കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഈ നെല്ലിക്ക കൊണ്ടുള്ള അരച്ചുകലക്കി. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. 10 മിനിറ്റിൽ നമുക്കിതുണ്ടാക്കാം. എല്ലാവരും സന്തോഷത്തോടെ ചോറുണ്ണും. പിന്നെ നെല്ലിക്കയുടെ ഗുണം ഞാൻ പറയണ്ടല്ലോ, വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയല്ലേ, നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും. ഒന്നുണ്ടാക്കി നോക്കൂ, കുട്ടികളും കഴിച്ചോളും. ഞാനൊരു 5 നെല്ലിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കത്തി കൊണ്ട് മുറിക്കരുത് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഏതായാലും ഞാനിതൊരു ഇടികല്ലിലിട്ടൊന്ന് ഇടിച്ചെടുക്കാമെന്ന് തീരുമാനിച്ചു. നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ വിട്ടുവരുന്ന കുരു നമുക്ക് മാറ്റിക്കളയാം. അല്ലാത്ത കുരു ഇനി തിളപ്പിച്ച ശേഷം മാറ്റാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് തിളപ്പിക്കേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. ആ വെള്ളം നമ്മളൊട്ടും കളയുകയും വേണ്ട. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. ഒരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നെല്ലിക്ക വെന്ത് കിട്ടും. ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു മുറി തേങ്ങ ചിരവി ഞാൻ മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തൈര് കൂടി ചേർക്കാം. ഈ മുഴുവൻ തൈരും ഞാൻ ഈ കറിയിലേക്ക് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ബാക്കി പിന്നെ ചേർക്കാം. നെല്ലിക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ തണുത്ത ശേഷം കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ കുരുവും കൂടി മാറ്റി നെല്ലിക്ക ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ തേങ്ങയുടെ കൂടെ തന്നെ നമുക്കിതും അരച്ചെടുക്കാം. ആ വെള്ളമൊന്നും ഒട്ടും കളയണ്ട. നല്ല പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം. എത്ര ലൂസാക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മളൊരു ഒഴിച്ചു കറിയല്ലേ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടി ഏതായാലും ലൂസാക്കി എടുക്കാം. ആ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൻ്റെ ബാക്കി കൂടി അങ്ങ് ചേർക്കാം. മിക്സിയിലിട്ട് ഒരു 2 സെക്കൻഡ് കറക്കിയെടുത്താൽ നല്ല കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. എന്നിട്ട് ചേർക്കാം. നെല്ലിക്കയുടെ ഈ ഒരു പുളിപ്പും ചവർപ്പും മധുരവും തൈരിൻ്റെ പുളിയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിലൊക്കെ ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഊണ് കഴിക്കാൻ നമുക്കൊരു പ്രത്യേക സുഖം തോന്നും. അതുപോലെ തന്നെ നമുക്ക് പച്ചമാങ്ങ ഉപ്പിലിട്ടത് കൊണ്ട് മാങ്ങ അരച്ച് കലക്കുകയും ചെയ്യാം. തൈര് ചേർത്ത ശേഷം വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു കൂട്ടാൻ എന്ന് പറയുമ്പോൾ അതൊന്ന് വറുത്തിട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ലല്ലോ. അതുകൊണ്ടൊന്ന് വറുത്തിടാമെന്ന് മാത്രം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലയും സാധാരണ താളിക്കുന്ന അതേ രീതി തന്നെ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഈ വെളിച്ചെണ്ണയോട് കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര എളുപ്പത്തിലൊരു കറിയായല്ലേ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കറിയാണ്. പച്ചയ്ക്ക് നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊരു സൂത്രം പ്രയോഗിച്ച് കൊടുത്തു നോക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.